ഞങ്ങൾ ഉത്സവം കാണാൻ പോവാണ് ഫ്രണ്ട്സ്. ചെറിയ പണിയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്നാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അങ്ങനെ ഉത്സവം കാണാൻ പോയി. എനിക്ക് പനിയായിരുന്നു. അങ്ങനെ പനിയായെങ്കിലും കാണണമെന്ന് വെച്ച് അങ്ങനെ പോയതാണ്. വായൊക്കെ കഴിക്കുന്ന കാരണം ഞാൻ ഒരു ബൂമ്പറൊക്കെ ശ്വാസമുണ്ടാണ് പോയത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ ഫ്ലോട്ട് ആദ്യം വന്നത് ഈ കുതിരയും സംഭവങ്ങളൊക്കെ ഉള്ളത്. എനിക്കിതൊന്നും കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. നിങ്ങൾക്ക് പിന്നെ അറിയാവുന്നവരാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ ചെണ്ട കൊട്ടുന്നതൊക്കെ കണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ടാണെങ്കിൽ അവിടെ നിൽക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവരിങ്ങനെ നിങ്ങൾ പോകുമെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലൈറ്റിങ്ങിന് കുറേ ഷോയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നീട് ഞങ്ങൾ നടന്ന് കുറച്ച് മുന്നോട്ട് പോയി. അന്നേരം അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ ഞങ്ങളും അവിടെ നിന്ന് അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട്. അന്നേരം അയ്യപ്പൻ്റെ ഫ്ലോട്ട് പോകുന്നുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ ധാരയായിട്ട് വെള്ളം പോകുന്നുണ്ടായിരുന്നു. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, ഒരു വട്ടമാണ് ഞാൻ ഉത്സവത്തിന് പോയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത്. പിന്നെ ആണെങ്കിൽ അധികം നേരം നിന്നതുമില്ല. ഇത് ഇന്നാണ് ഞാൻ സത്യമായിട്ടും കുറച്ച് നേരമൊക്കെ നിന്ന് കാണുന്നത്. പിന്നെ ഉത്സവത്തിന് ചെണ്ട കൊട്ടുന്ന കുറച്ച് പേര് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെ ഒരു ആന പോകുന്നുണ്ടായിരുന്നു. ഇത് ഇച്ചിരി ചെറിയൊരു ആന. അതിൻ്റെ പുറകെ പിന്നെ വേറെ ഒരു ആനയും കൂടെ ഉണ്ടായിരുന്നു. തിടമ്പെടുത്തുകൊണ്ടായി ഫ്രണ്ടിലത്തെ ആന പോകുന്നത്. ഈ ആനയ്ക്കാണെങ്കിൽ ഒരു ചെറിയൊരു സൈഡ് വലിവ് ഉണ്ടായിരുന്നു. എന്താണോ എന്തോ. അങ്ങനെ ആനയെ കണ്ട് അങ്ങനെയൊക്കെ നിന്നു. പിന്നീട് അപ്പോഴേക്ക് കുറച്ച് ഇരുട്ടാൻ തുടങ്ങി നേരം. പിന്നീട് ഞങ്ങളാണെങ്കിൽ അവിടെ മാറി ഒരു സൈഡിൽ നിന്നിട്ട് വീണ്ടും ചെണ്ടമേളം കണ്ട്. പിന്നീടാണെങ്കിൽ കുറച്ച് ചേച്ചിമാർ ഇതുപോലത്തെ വേഷം ഇട്ടിട്ട് വരുന്നുണ്ട്. ഇത് സത്യത്തിൽ കഥകളിയുടെ കൂട്ടും എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ തെയ്യത്തിൻ്റെ കോസ്റ്റ്യൂം പോലെ ഫീൽ ചെയ്തു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സപ്പ് ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട് കേട്ടോ ഈ വേഷം ഇട്ടിട്ട്. ഈ ഡ്രസ്സ് കുറച്ച് ഹെവി ആണെന്ന് തോന്നുന്നു. അവർ ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്നത്. പിന്നെ അവർക്ക് ഇത് ഇട്ടിട്ടാണെന്ന് തോന്നുന്നു. ഇവർ ഭയങ്കര ടയേർഡാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറേ പേരൊക്കെ വെള്ളം മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഇതിൻ്റെ പുകയും സംഭവങ്ങളും ഇതെല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര ചൂടായിട്ട് എനിക്ക് തോന്നിയതല്ല, നല്ല ചൂടായിരുന്നു. പിന്നെ കുറച്ച് പേരാണെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ വേറെ ഫ്ലോട്ട് വന്നത്. അത് ശിവൻ്റെ ഫ്ലോട്ടായിരുന്നു. പിന്നെ കുറേ ശിവൻ്റെ ഫ്ലോട്ട് ഉണ്ടായിരുന്നു. എനിക്ക് വന്ന് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ശിവൻ്റെ ഫ്ലോട്ടായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ശിവൻ്റെ കയ്യിൽ ആരോ ഉണ്ട്. അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അത് വധിക്കാനുള്ളതാണോ അതോ അത് രക്ഷിക്കുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. തല മാത്രം അനങ്ങുന്നുണ്ടായിരുന്നു ശിവൻ്റെ. പിന്നീട് അത് കുറേ നേരം കണ്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ ഒരു പള്ളിയുടെ പള്ളിക്കാരാണെങ്കിൽ അമ്പലത്തിൽ ആറാട്ടിനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം പള്ളിയുടെ കവാടത്തിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അവിടുത്തെ പള്ളിയിലെ ആളുകളും പിന്നെ അച്ഛനും എല്ലാവരും കൂടെ അവരെ സ്വീകരിക്കാൻ പള്ളിയുടെ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അന്നേരം ഈ വരുന്ന ഫ്ലോട്ടെല്ലാം പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് കുറേ നേരം ഇത് മൂവ് ചെയ്യിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഫ്ലോട്ടിനകത്ത് തന്നെ ഈ പാട്ടിടുന്നതിനകത്ത് ക്രിസ്ത്യൻ സോങ്സ് അവർ കൂടുതലും ഇട്ടിരുന്നത് പള്ളിയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ. പിന്നെ അതിനകത്ത് ഫയറൊക്കെ വരുന്നുണ്ടായിരുന്നു. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. അങ്ങനെ അതിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ ഉത്സവത്തിൻ്റെ തന്നെ ഇതിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഇങ്ങനെ എല്ലാ ഫ്ലോട്ടും ആണെങ്കിൽ വന്നിട്ട് ഈ പള്ളിയുടെ ഫ്രണ്ടിലാണെങ്കിൽ നിന്ന് കുറേ നേരം ആണെങ്കിൽ നിന്നിട്ടേ പോകത്തുള്ളൂ. വരുന്ന എല്ലാ ഫ്ലോട്ടും അതുകൊണ്ടാണെങ്കിൽ അവിടെ ചെറുതായിട്ട് ബ്ലോക്ക് ആവുന്നുണ്ടായിരുന്നു എല്ലാം വന്ന് പോകാൻ വേണ്ടി. പിന്നെ ഈ പതയൊക്കെ ഒരു ഇതിനകത്തൂടെയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇത് കേൾക്കുന്നവർക്ക് ഇത് കുറച്ച് ചൈൽഡിഷായിട്ട് തോന്നും ഞാൻ പറയുന്നത്. പക്ഷേ സത്യമായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടാണെന്നോ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇതെങ്ങനെ ഇതെന്തോ എന്നൊക്കെ. അങ്ങനെ ഇത് കുറേ നേരം കണ്ടുകൊണ്ട് നിന്നു.
അങ്ങനെയാണെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിലാണെങ്കിൽ ചെണ്ടമേളം നടക്കുന്നത് കുറേ നേരം കണ്ടു. പക്ഷേ ഞങ്ങളവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ കുറച്ച് പിള്ളേരാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഈ ചെണ്ടമേളം നടക്കുന്നതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ബാനറും കുറേ കൊടിയൊക്കെ പിടിച്ച് കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാനും നേരെ ചൊവ്വേ പറ്റിയില്ലായിരുന്നു. കുറച്ച് ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് പിള്ളേരാണെങ്കിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്ത്. കുറച്ച് കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതിലൊരു കുട്ടിയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് തോന്നുന്നു, അവൻ കുറേ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. പിന്നെ അവിടെ നിന്ന് ഞാൻ അവൻ്റെ വീഡിയോ കുറച്ച് നേരം എടുത്തു, പിള്ളേരെല്ലാവരും എടുത്തു. പിന്നീടാണെങ്കിൽ ഇതിൻ്റെ പുകയും സംഭവങ്ങളൊക്കെ കൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ട് പിന്നെ ഞാൻ അവിടുന്ന് മാറിയാണെങ്കിൽ വേറെ പോയി നിന്ന്. പിന്നെ അവിടുന്ന് കുറച്ച് നേരമാണെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ വീണ്ടും വീഡിയോ ഒക്കെ എടുത്തത്. പള്ളിയുടെ ഫ്രണ്ടിൽ ഈ സ്വീകരണത്തിൻ്റെ ഒരു പോസ്റ്റർ, ഒരു ബാനർ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്ത്. അത് നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാൻ പറ്റും. പിന്നെ അത് കണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ശിവൻ്റെ ഫ്ലോട്ട് വീണ്ടും അവിടെ വരുന്നുണ്ട്. കുറേ നേരമാണെങ്കിൽ അവിടെ നിന്ന് ലൈവ് ഷോ ഉണ്ട്. പിന്നെ ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തെടുത്ത്. പക്ഷേ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് അത്ര തൃപ്തി തോന്നിയില്ല. കാരണം ആ ലൈറ്റിംഗ് ഷോയുടെ ആണെങ്കിൽ ഒരു 1/4 പോലും ആ വീഡിയോയിൽ ക്വാളിറ്റി കിട്ടിയിട്ടില്ല. പിന്നെ നല്ല രസമായിരുന്നു കാണാൻ. നമ്മൾ ശരിക്കും അതിൻ്റെ മ്യൂസിക് ആണെങ്കിൽ നമ്മുടെ ഹാർട്ടിൽ വന്നിട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. പിന്നീടാണെങ്കിൽ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു. സത്യത്തിൽ നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനിക്കാം. കാരണം നമ്മുടെ നാട്ടിലല്ലാതെ ഇതുപോലെ ഈ 2 മതത്തിലുള്ളവർ കൂടി അവരുടെ ആഘോഷങ്ങളെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്നതൊന്നും വേറെ എങ്ങും കാണാൻ പറ്റത്തില്ല. പിന്നീട് നമ്മുടെ കേരളത്തെക്കുറിച്ചാണെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വരുന്ന കുറേ വീഡിയോസും സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ റീസെൻ്റായിട്ടും കണ്ട് മൂവിയൊക്കെ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടതല്ലയോ. ഈ നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് പോയിട്ട് നല്ല രീതിയിലൊരു പടം എടുക്കുക ഇവരോടൊക്കെ പറയാൻ തോന്നും. കാരണം നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കേ അറിയത്തുള്ളൂ. ഇതുപോലുള്ള ഈ തലച്ചോറില്ലാത്ത കുറേ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ കുറേ നേരം ഞാനതൊക്കെ വീഡിയോ എടുത്തു. എനിക്ക് തോന്നുന്നു കുറേ പേര് ഇതുപോലെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് ചെറുപ്പക്കാരെ പിള്ളേരാണ്, അവരൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ട് പിന്നെ എനിക്കങ്ങ് ടയേർഡായിട്ട്, പനിയായതുകൊണ്ടായിരിക്കും കുറച്ച് നേരം നിന്നപ്പോൾ പിന്നെ അങ്ങ് ടയേർഡായി. പിന്നെ ഫ്ലോട്ട് മൂവ് ചെയ്യുന്നത് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ഇതൊക്കെ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഇതൊക്കെ കുറേ നേരം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങി. പിന്നെ
ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യമാണെങ്കിൽ പള്ളിയുടെ അടുത്താണെങ്കിൽ ആ കാറിൽ ആ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്താണെങ്കിൽ ഫ്ലോട്ടിൽ ക്രിസ്ത്യൻ സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നീട് ഞങ്ങൾ തിരിച്ച് പോയി. അന്നേരമാണെങ്കിൽ അമ്പലത്തിലാണെങ്കിൽ നാടകം നടക്കുമായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിൽ പോലീസിൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ ചെന്ന് അവിടെ അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ കുറച്ച് ഭാഗത്താണെങ്കിൽ ഈ സാധനമൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചു, അത് കഴിച്ചു. പിന്നീടാണെങ്കിൽ എനിക്കൊരു കണ്ണാടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ആ കണ്ണാടിയൊക്കെ മേടിച്ചൊന്നും ഇട്ടു. അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു, കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഈ പാനിപ്പൂരി പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ. ഞാനവിടെ നിന്ന് പാനിപ്പൂരി മേടിച്ച് കഴിച്ചു. എനിക്കിഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, പിന്നെ ഞാനാണെങ്കിൽ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.